സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ രാധികയോട് പറയണേണ്, മകൾക്ക് അപകടം ഉണ്ടാകാൻ പോകുന്നത് അമ്മ എത്ര പെട്ടെന്നാണ് തിരിച്ചറിയുന്നത്. അതാണ് അമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധം. അല്ലെങ്കിലും പെറ്റമ്മക്കൊക്കെ ഇത് സാധ്യമാകും. അത് കേൾക്കുന്നതും രാധിക ചോദിക്കണേ, പെറ്റമ്മയോ? അന്നേരം വരുൺ പറയണേ, അല്ല, ഫിദ മാഡം തന്നെ സ്വന്തം മകളെ പോലെയാണല്ലോ കാണുന്നത്. ആ ഒരർത്ഥത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പോകണ്ടേ? എന്നാൽ തമ്പയൊക്കെ റെഡി ആയിക്കോ. ഈ സമയം ശ്യാമയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ശ്യാമ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അമൃതയോട് പറയുവാണ്. അമൃതയ്ക്കും അത് കേട്ടിട്ട് വിശ്വസിക്കാനാവുന്നില്ല. എന്നാലും എന്തൊക്കെ കേൾക്കുന്നത് ശ്യാമേ, കേട്ടിട്ട് എന്നെ പേടി തോന്നുവാണ്. ശ്യാമ എന്നോട് കുട്ടികൾ ഇവിടെ നിന്ന് പോയ സമയം തൊട്ട് ഓരോ അപശകുനങ്ങൾ കണ്ടതും പിന്നെ മനസ്സിൽ തോന്നിയ അസ്വസ്ഥതകളെയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് എല്ലാം ശ്യാമയുടെ തോന്നലുകൾ മാത്രമായിരിക്കുമെന്നാണ്. രാധിക എവിടെയൊക്കെയെങ്കിലും ദൂരേക്ക് ഇപ്പോൾ മാറി നിൽക്കുന്നതാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്യാമയ്ക്ക് പിന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയാണല്ലോ. ആ ഒരു അസ്വസ്ഥത തോന്നുവാണെന്ന് വിചാരിച്ചാൽ കുറച്ച് നേരം മുമ്പ് പോലും പറഞ്ഞപ്പോൾ ഞാൻ കളിയാക്കിയത്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ വല്ലാത്ത ഭയം തോന്നുക. ആരായിരിക്കും അവർക്ക് പിറകിൽ ഇത്രയും വലിയ ശത്രുക്കൾ? അറിയില്ലേട്ടെത്തി. എന്താണെങ്കിലും ഇതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റുള്ളൂ. അവർക്കിങ്ങനെ ശത്രുക്കളെ പേടിച്ച് വീടിനകത്ത് തന്നെ അടച്ചു പൂട്ടിയിരിക്കാൻ പറ്റില്ലല്ലോ. മുമ്പ് ഞാൻ ശത്രുക്കളെ ഭയന്ന് അകത്തിരുന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ മോൾക്ക് ഒരിക്കലും ആ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ACP വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. അന്നേരം അമൃത പറയണേ, അത് നന്നായി ശ്യാമേ, എത്രയും പെട്ടെന്ന് തന്നെ ACP വിളിക്കുക. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ പരമേശ്വരൻ വീടിന് പുറത്തു കൂടി എന്തൊക്കെയാണ് ആലോചിച്ച് നടക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് എത്തുവാണ്. പരമേശ്വര, ഉർവശിയുടെ കാര്യത്തിൽ എന്താ നിൻ്റെ തീരുമാനം? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവളെ ഇനിയും ഇവിടെ തന്നെ നിർത്താനാണോ നിൻ്റെ തീരുമാനം? അന്നേരം പരമേശ്വരൻ പറയണേ, ഇപ്പോൾ ചന്ദ്രശേഖരനാണെങ്കിൽ ജയിലിലല്ലേ, ഗൗതമിനെക്കുറിച്ചും ഒരറിവുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളും കൂടി ഉർവശി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ പിന്നെ അവൾ എങ്ങോട്ട് പോകും? ആ കുടുംബത്തെക്കുറിച്ച് നീ പറഞ്ഞല്ലോ, അവരുടെ കയ്യിരിപ്പ് കൊണ്ടല്ലേ അവർക്ക് ഈ അവസ്ഥ വന്നത്. അതൊക്കെ ശരിയാ എന്ന് പറഞ്ഞ് നമ്മളും കൂടി ആ ഉർവശി ഇവിടെ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെരുവിൽ അലഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ആളുകൾ നമ്മളല്ലേ കുറ്റം പറയുള്ളൂ. അവിടെ ചന്ദ്രശേഖരനും ഗൗതമും ചെയ്ത തെറ്റുകളൊന്നും ആൾക്കാർ മുഖവരക്കെടുക്കില്ല. അവർ നമ്മൾ ആ ഒരു സ്ത്രീയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി ഈ അവസ്ഥയിലാക്കിയെന്നേ പറഞ്ഞു വരത്തുള്ളൂ. നമ്മുടെ കുടുംബത്തെ കുറിച്ച് കൂടി ചിന്തിക്കണ്ടേ? നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ ഒരു സൂചികത്തുള്ള സ്ഥലം കൊടുത്താൽ അത് മുതലാക്കിയെടുക്കുന്നവരാ അവരെല്ലാവരും. ഈ ഉർവശിയുടെ കാലിൽ നിന്ന് നിരത്തുറക്കട്ടെ. അവൾ മുമ്പ് ചെയ്തതിലും വലിയ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പോകുന്നത്. എത്ര നാൾ കഴിഞ്ഞാലും അവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഇപ്പോഴുള്ള അവളുടെ ഈ പാവത്താൻ അഭിനയമൊക്കെ മാറും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ. അതിനൊപ്പം ആ കൽപ്പനയും കൂടി ചേർന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, രണ്ടുപേരും കൂടി എന്തൊക്കെയാണോ പിന്നീട് കാണിച്ചു കൂട്ടാൻ പോകുന്നത്. ഒരു ഭാഗത്ത് ഉർവശി, മറുഭാഗത്ത് കൽപ്പന, പിന്നൊരു ഭാഗത്ത് ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട പ്രിയങ്കയും. ഇവരെല്ലാവരും ഉണ്ടാക്കുന്ന പ്രഷറും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്നത് പാവൻ്റെ അധികമോളം വരണമല്ലേ. അവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടി നമുക്ക് ഓർക്കണ്ടേ? അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് പിന്നെ ഇനി വെച്ചുകൊണ്ടിരിക്കില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ നേരെ പിടിച്ചെല്ലാത്തിനും പുറത്താക്കും. അതിലിനി ഒരു മാറ്റവും ഇല്ല. അതിലെനിക്ക് ഒരു മടിയുമില്ല. ഞാനും ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ പ്രവൃത്തികളോ കണ്ടാൽ നല്ലത് പറയും. അതിനെ നീ എതിർക്കാനൊന്നും വന്നേക്കരുത്. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയും അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ കടമംഗലത്തേക്ക് പോകാൻ റെഡിയാകുന്ന ദേവനെ യശോദേനെയാണ് കേട്ടോ. അന്നേരം ദേവൻ യശോദയോട് ചോദിക്കണേ, അമ്മ എന്തെടുക്കുക? ഞാൻ ചെന്ന് നോക്കട്ടെ. അങ്ങനെ യശോദ പോയി നോക്കുമ്പോൾ സുകുമാരി അമ്മ നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അന്നേരം യശോദ വന്ന് പറയണേ, അമ്മ നല്ല ഉറക്കത്തില്ല. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ ഇറങ്ങാം. അമ്മ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. പ്രിയങ്കുമ്പോൾ നമ്മൾ വിളിച്ചാൽ വരുമോ? സംശയമാണ്. എന്നാണെങ്കിലും എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നേ പറ്റൂ. മറ്റേതെങ്കിലും ഒരു വീട്ടിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നെങ്കിൽ അവർ നമ്മുടെ രണ്ട് മക്കളെ അവിടെ നിന്ന് ആ നിമിഷം തന്നെ ഇറക്കി വിട്ടാനേ. കടമംഗലത്തുകാരായത് കാരണം അവരിതിനെല്ലാം സമ്മതിച്ചത്. നമ്മളത് മുതലെടുക്കാൻ പാടില്ലല്ലോ. അതേ ദേവേട്ട, രാധിക മോളെങ്കിലും അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. എന്നാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് നടക്കാം. ഇനി ഓട്ടോ ഇങ്ങോട്ട് വിളിച്ചാൽ അതിൻ്റെ ഉച്ച കേട്ട് അമ്മ എഴുന്നേറ്റാലോ. വാ എന്ന് പറഞ്ഞ് അവർ രണ്ടാളും വേഗം തന്നെ അവിടെ നിന്നും ശബ്ദം ഉണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ രാധികം അമ്പലത്തിലൊക്കെ കയറി വഴിപാടൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. എന്നിട്ട് രണ്ടാളും കാറിൻ്റെ അവിടെ എത്തുവാണ്ടോ. ഈ സമയം വരുൺ പറയുന്നുണ്ട്, താനാകെ അസ്വസ്ഥമായിരുന്നല്ലോ, അതുകൊണ്ടാണ് അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞത്. അതെന്താണെങ്കിലും നന്നായി വരും. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഫിദ മേഡത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഒരു ടെൻഷൻ. പാവ ഫിദ മേഡം ഒത്തിരി പേടിച്ചു കാണും. അങ്ങനെ പേടിക്കുമല്ലോ, അമ്മമാരുടെ അവസ്ഥയൊക്കെ അങ്ങനെയല്ലേ. ഒന്നുമില്ലെങ്കിലും ഇത്രയും വർഷം കാത്തിരുന്ന് കിട്ടിയ തന്നെ അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ ആ അമ്മക്കാകുമോ? അന്നേരം രാധിക ചോദിക്കണേ, വരണെന്താ അങ്ങനെ പറഞ്ഞത്? ഇത്രയും വർഷം കാത്തിരുന്നെന്നോ? ആര്? ഫിദ മേഡം?
എടോ അങ്ങനെയല്ല, ഫിദ മാഡം ഇത്ര നാൾ ഒറ്റയ്ക്കായിരുന്നല്ലോ ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ള സമയത്താണല്ലോ തന്നെ ഇപ്പോൾ മകളായി കിട്ടിയത്. അതോർത്തപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ. തനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്നറിഞ്ഞാൽ അത് ഫിദ മാഡത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പിന്നെ അമ്മമാരൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് വിഷമിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അന്നേരം രാധിക ചോദിക്കണേ, അതെന്താ അമ്മമാരെപ്പോഴും വിഷമിക്കാനുള്ളവരാണോ? ഈ സമയം വരൺ പറഞ്ഞേ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോയിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ അച്ഛൻ പറയും അവൻ പുറത്തു പോയതല്ലേ, അവൻ ഇപ്പോഴെങ്ങാനും വരും, കുറച്ച് നേരം കാത്തിരിക്കുക എന്ന് കൂളായിട്ട് പറയും. മുത്തശ്ശിയാണെങ്കിലോ അവൻ എത്ര വൈകിയാലും തിരിച്ചു വന്നിരിക്കും എന്നുള്ള ഉറപ്പോടുകൂടി പറയും. എന്ന അമ്മയുണ്ടല്ലോ, അതെത്ര കേട്ടാലും മതിയാവാതെ ഞാൻ വരുന്നുണ്ടോ എന്ന് നോക്കി വാതിൻ്റെ അടുപ്പ് നിൽക്കും. വാറാൻ ഞാൻ എത്ര ലേറ്റ് ആയാലും അമ്മ അവിടെ തന്നെ ഉണ്ടാകും. ഞാൻ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ 12 മണിയൊക്കെ ആകും. അപ്പോഴും അമ്മ എന്നെ കാത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അതാണ് അമ്മമാരുടെ സ്നേഹം അത്ര കാഴ്ചയിലുള്ളതാണ്. ഈ സമയം രാധിക പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇനി നമ്മളൊന്ന് സൂക്ഷിക്കണം കേട്ടോ വരുൺ. നമ്മുടെ പിന്നിലുള്ള ശത്രു ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇനി എന്താണെങ്കിലും ഇങ്ങനത്തെ യാത്രയൊന്നും വേണ്ട. ഓ, നമ്മുടെ ഈ ഒരു യാത്രയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത്. വരണു ഇനി അധികം ദൂരത്തേക്കൊന്നും പോകണ്ട കേട്ടോ. അത് കേട്ട് വരുൺ ചോദിക്കണേ, അത് ശരി, താനപ്പോൾ എന്നെ വീട്ടിൽ തടങ്കലാക്കാനാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല വരും, നമുക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രു ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അത് കണ്ടുപിടിക്കണം. അയാളെ കണ്ടുപിടിച്ച് മുമ്പിൽ നിർത്തിയിട്ട് വേണം എനിക്ക് കുറച്ച് ചോദിക്കാൻ. എന്താ ചോദിക്കാൻ പോകുന്നത്? എനിക്ക് എന്തിൻ്റെ സൂക്ഷിക്കാറോ എന്ന് ചോദിക്കണം. എന്തിനാ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നതെന്ന് ചോദിക്കണം. ആണോ? അങ്ങനെയാണെങ്കിൽ അയാൾ എത്രയും പെട്ടെന്ന് തന്നെ ഇയാളുടെ കൺമുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തും. താൻ ഈ ചോദ്യം ചോദിക്കുന്നതൊക്കെ എനിക്കൊന്ന് നേരിട്ട് കാണാനാ. എന്നാൽ പിന്നെ വാ, വന്ന് കയറും. ഫിദ മാഡത്തിൻ്റെ അരികിലേക്ക് പോകണ്ടേ? അമ്മ മോളെ കാണാൻ കാത്തിരിക്കുമായിരിക്കും. അങ്ങനെ പറഞ്ഞ് രണ്ടാളും കാറിൽ കയറുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി ഉറക്കമൊക്കെ എണീറ്റ് വീടിന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം വീടിൻ്റെ അകത്ത് ആരുമില്ല കേട്ടോ, ഒച്ചയുമില്ല അനക്കവും ഇല്ല. ഇത് കണ്ട് മുത്തശ്ശി എല്ലായിടത്തും ചുറ്റിപ്പോയി നോക്കുവാണ്. അടുക്കളയിലും പുറത്തും എല്ലായിടത്തും നോക്കുവാണ് കേട്ടോ. അങ്ങനെ ദേവനെയും യശോദയും അവിടെ ഇല്ലയെന്ന് മുത്തശ്ശി മനസ്സിലാക്കുവാണ്. മുത്തശ്ശി വേഗം തന്നെ ഫോൺ എടുത്ത് പ്രിയങ്കയെ വിളിക്കുക. ഈ സമയം മുത്തശ്ശിയുടെ ഫോൺ കോൾ കാണുന്നതും പ്രിയങ്ക പതിയെ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യുക. എന്താ മുത്തശ്ശി? മോളെ, ദേവന് യശോദ അങ്ങോട്ടേക്ക് വന്നോ? അമ്മയോ അച്ഛനോ? ഇല്ല. എന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചത്? അല്ല, രാവിലെ എണീറ്റപ്പം അവരിവിടെയൊന്നും കണ്ടില്ല. എന്നോട് പറയാതെ അവരങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് കണിമംഗലത്തേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ചു വലിച്ച് കൊണ്ടുവരാനായിരിക്കും അവരുടെ ഉദ്ദേശം. ചത്താലും ഞാൻ പോയില്ല മുത്തശ്ശി, പോകാൻ പാടില്ല. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ മുറ്റത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്നത് പ്രിയങ്ക കാണുന്നത്. ഓട്ടോയിൽ നിന്ന് ദേവനി യശോദയും ഇറങ്ങുന്നത് കൊണ്ട് പ്രിയങ്ക ഞെട്ടുവാണ്. എന്നിട്ട് പറയണേ, മുത്തശ്ശിയുടെ സംശയം തെറ്റിയില്ല. അമ്മയച്ചനെന്താ ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയതേ ഉള്ളൂ. ആ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അവർ വന്നിരിക്കുന്നതേ നിന്നെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ്. നീയില്ലേ ഒരു കാരണവശാലും അവിടെ നിന്ന് പോകരുത്. മുത്തശ്ശി ഇപ്പം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടാം, ഉടനെ അങ്ങോട്ടേക്ക് എത്താം. ഞാൻ വരുന്നത് വരെ നീ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കണം. ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചോ. എന്നിട്ട് നീ ഇതുവരെ എങ്ങനെയാണോ അഭിനയിച്ചുകൊണ്ടിരുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഞാൻ പെട്ടെന്ന് എത്താം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും കേട്ടോ മുത്തശ്ശി. പിന്നീട് പ്രിയങ്ക നേരെ റൂമിലേക്ക് കയറി പോകുവാണ്. ഈ സമയം ദേവനി യശോദ മുറ്റത്ത് തന്നെ നിൽക്കുമായിരിക്കും. അന്നേരം അങ്ങോട്ടേക്ക് വരുന്ന ജയഭാരതി അമ്മ അവരെ കാണുക. ആ, നിങ്ങൾ രണ്ടാളും വന്നോ? എന്താ പുറത്ത് തന്നെ നിൽക്കുന്നത്? വാ, അകത്തേക്ക് കയറാൻ ഇനി ആരെങ്കിലും പറയണോ? അങ്ങനെ പറഞ്ഞ് രണ്ടുപേരെയും അകത്തേക്ക് പിടിച്ച് കയറ്റുവാണ് കേട്ടോ മുത്തശ്ശി. അമ്മേ, പ്രിയങ്ക മോളെവിടെ? പ്രിയങ്ക ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, റൂമിലുണ്ടാവും. എന്താ ഇത്ര ധൃതി, ഇവിടെ ഇരിക്കുന്നേ? അന്നേരം യശോദ പറഞ്ഞേ, അല്ല അമ്മ ഉറങ്ങുകയാണ്, ആ തക്കത്തിന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അമ്മ എണീക്കുന്നതിന് മുമ്പ് പോകണം. അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കും. അത് പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുമല്ലോ. എന്താ തിരുമേനി പറയുന്നത്? ഞങ്ങൾക്കും നിങ്ങളുടെ സാഹചര്യമൊക്കെ അറിയാവുന്നതല്ലേ. യശോദ വാ, പ്രിയങ്ക റൂമിലുണ്ടാവും, തിരുമേനി ഇവിടെ ഇരിക്കുക. അങ്ങനെ യശോദയും കൂട്ടി മുത്തശ്ശി പ്രിയങ്കയുടെ അരികിലെത്തുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ കൊച്ചുകുട്ടികളെ പോലെ ഓരോന്നൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം യശോദ വന്ന്, മോളെ വാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയുക. ഈ സമയം പ്രിയങ്ക പറയണേ, ഞാൻ എങ്ങോട്ടും ഇല്ല, നിങ്ങൾ ആരാ? മോളെ, ഇത് മോളുടെ അമ്മയാ, അമ്മ വിളിക്കുന്നത് കേട്ടില്ലേ, മോൾ വീട്ടിലേക്ക് ചെല്ലേ എന്ന് ജയഭാരതി മുത്തശ്ശിയും പറയുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, എൻ്റെ അമ്മ ഇതല്ല, എൻ്റെ അമ്മ ഇവിടെയുണ്ട് എന്നും പറഞ്ഞ് റൂമിന് പുറത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം പത്മിനി അങ്ങോട്ടേക്ക് വരുമായിരിക്കും. അന്നേരം പത്മിനിയെ കെട്ടിപ്പിടിച്ച് പ്രിയങ്ക പറയണേ, അമ്മേ എനിക്ക് വിശക്കുന്നു, ഭക്ഷണം താ അമ്മേ. മോളെ, ഭക്ഷണമൊക്കെ നമുക്ക് വീട്ടിൽ പോയി കഴിക്കാം എന്ന് യശോദ പറയുന്നുണ്ട്. അമ്മേ എനിക്ക് ഭക്ഷണം താ, വിശന്നിട്ട് വയ്യ എന്നൊക്കെ പ്രിയങ്ക പറയുവാണ് കേട്ടോ. അത് കാണുന്നത് പത്മിനിക്ക് സങ്കടം തോന്നുക. പത്മിനി പറയണേ, യശോദേ ഞാൻ എന്നാൽ പ്രിയങ്ക മോൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് വരാം. ഈ സമയം മുത്തശ്ശി പറയണേ, ഭക്ഷണം കൊടുക്കാനൊക്കെ നിന്നാൽ വൈകില്ലേ പത്മിനി, ഒരു 5 മിനിറ്റ് അമ്മേ, മോള് പറയുന്നത് കേട്ടില്ലേ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയും കൂട്ടി ഡൈനിങ് ടേബിളിൽ അങ്ങോട്ടേക്ക് പോകുവാണ്. എന്നിട്ട് പ്രിയങ്കയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക ചോദിക്കണേ, അമ്മ എനിക്ക് വാരി തരുമോ? അതിലെന്താ, മോളിരിക്കേ. അങ്ങനെ പറഞ്ഞ് പത്മിനി പ്രിയങ്കയ്ക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുക. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, ഓ ഒന്ന് വേഗമായിട്ട് പത്മിനി, സമയം പൊക്കോണ്ടിരിക്കുമല്ലേ.
ഈ സമയം പ്രിയങ്ക മനസ്സിൽ പറയണേ മുത്തശ്ശി വരുന്നത് വരെ എങ്ങനെയെങ്കിലും പിടിച്ചിരുന്നേ പറ്റൂ. അന്നേരം യശോദ പറയുന്നുണ്ട് മോളെ മതി കഴിച്ചത്, ബാക്കി നമുക്ക് വീട്ടിൽ പോയി കഴിക്കാം. കണ്ടില്ലേ അമ്മേ, എന്നെക്കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നില്ല. യശോദേ മോള് സമാധാനമായിട്ട് കഴിച്ചോട്ടെ. പിന്നീട് അവിടെ ഇരിക്കുന്ന ദേവൻ്റെ അരികിലേക്ക് പരമേശ്വരൻ വരുവാണ്. പരമേശ്വരൻ വന്ന് ദേവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വരുണിനെ രാധികയും കാത്ത് വരാതെ തന്നെ നിൽക്കുന്ന ഫിദേനെയാണ്. ഈ സമയത്ത് അവരുടെ കാറോടെ എത്തുവാണ്. കാറിൽ നിന്ന് ഇറങ്ങുന്ന രാധികയെ കാണുന്നതും സന്തോഷത്തോടെ രാധികയുടെ അരികിലേക്ക് ഓടി ചെല്ലുവാണ് കേട്ടോ ഫിദ. എന്നിട്ട് രാധികയെ കെട്ടിപ്പിടിക്കുകയും നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ് വരുണും. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് പ്രിയങ്കയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് കൽപ്പന അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയം യശോദയും ദേവനും പ്രിയങ്ക ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നിരിക്കുന്നതെന്ന് കൽപ്പനയ്ക്ക് മനസ്സിലാകുവാണ് കേട്ടോ. അന്നേരം കൽപ്പന പറയണേ ഇവളിവിടെ നിന്നും നിങ്ങളെ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടുപോയാൽ അത് പ്രിയങ്കയുടെ അസുഖത്തെ കൂടുതൽ ദോഷമായിട്ട് ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾക്കിപ്പോൾ അമ്മയെന്ന് പറഞ്ഞ ജീവനല്ലേ, അമ്മ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കുന്നുണ്ട്. അമ്മ എടുത്തു വെക്കുന്നതെല്ലാം അവൾ കഴിക്കുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരവസ്ഥയിൽ അങ്ങനെ ഒരാളല്ലേ ഇവളെ നോക്കേണ്ടത്. പിന്നീട് കാണിക്കുന്നത് യശോദയും ദേവനും കൂടി എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് പ്രിയങ്കയെ വീടിന് പുറത്തേക്ക് ഇറക്കി ഓട്ടോറിക്ഷയിലേക്ക് കയറ്റുവാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഓട്ടോ പുറപ്പെടാൻ തുടങ്ങുവാണ്. ഈ സമയത്തായിരിക്കും സുകുമാരി അമ്മ ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് വന്നു നിൽക്കുന്ന സുകുമാരി അമ്മേനെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്